ഒന്ന് കാർ നിർത്താതെ താൻ പോയിരുന്നെങ്കിൽ ഈ വീട്ടിൽ കിടന്ന അടുക്കള ജോലിയും മാഡത്തിന്റെ അടിയും ഒന്നും കൊള്ളണ്ടായിരുന്നു. എന്നോട് നന്ദിയും കടപ്പാടൊന്നും കാണിക്കണ്ട. ഒരിറ്റ് സ്നേഹം, മനുഷ്യത്വം, അത് മാത്രം മതി. അതാണ് ഒട്ടും കിട്ടാത്തത്. രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്നു. നല്ലത് ചെയ്യുന്നവർക്ക് ഈശ്വരൻ നല്ലതേ വരുത്തൂ. ആരുടെയും ഭീഷണിയിൽ വീഴാതെ ചേട്ടൻ മുന്നോട്ട് പോ. എന്തായാലും അടുത്ത തവണ മഹിയെ കാണുമ്പോൾ ഞാൻ ചേട്ടന്റെ കാര്യം പറയാം. അയാളുടെ അഭിപ്രായം കൂടെ നോക്കട്ടെ. ഓയ് ഡ്രൈവർ പയ്യൻ, തല തോർത്ത്. കയ്യിലാകെ വെള്ള. അത് തുടയ്ക്കാനല്ലേ ഇത്? എന്നെ വെള്ളത്തിൽ തള്ളിവിട്ട ആൾ എന്നെ തലകോർത്ത് തന്നാ മതി. അയ്യടാ, എന്തൊരു നടക്കാത്ത ആഗ്രഹം. ആഗ്രഹമൊന്നും അല്ല, അതാണ് മര്യാദ. താനല്ലേ എന്നെ തള്ളിയിട്ടത്? എനിക്ക് അല്പം മര്യാദ കുറവാ. കുറവല്ല, ഇല്ല. താൻ തോർത്തു തന്നില്ലെങ്കിലേ ഞാൻ തല തോർത്തുന്നില്ല. വേണ്ട, താനിങ്ങനെ നടക്ക്. ആ അതെ, ഇങ്ങനെ അങ്ങ് നടന്നോളാം. ഓക്കെ. തല തോർത്താതെ തലയിൽ വെള്ളം ഇറങ്ങി പനി പിടിച്ച്, അത് പിന്നെ ടൈഫോയിഡ് ആയിട്ട്, അത് പിന്നെ ന്യൂമോണിയായി മാറി ശരശയെ കിടന്ന് ഞാനങ്ങ് അന്തരിച്ചു പൊക്കോളാം. സാരമില്ല കുട്ടി, ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത് കുട്ടി. ചെയ്യുന്ന ഉപകാരങ്ങൾ ഞാൻ ആരോടും പറയാറില്ല, അതെനിക്ക് ഇഷ്ടമല്ല. കുട്ടിയുടെ ഏതൊരു കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാ ഞാൻ. അച്ഛനെ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ കൂടെ ഇറങ്ങി പുറപ്പെട്ടോല്ല ഞാൻ. ഉപകാരം ചെയ്തിട്ട് വിളിച്ചു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എങ്കിലും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോ കൂടെ വന്ന് എല്ലാ സഹായവും ചെയ്തു തന്നവനാ ഞാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ട് അത് വിളിച്ചു പറയുന്നത് മഹാമോശ. എങ്കിലും കോടതിയിൽ ഒരു നിർണായക സമയത്ത് വക്കീൽ കോട്ടിട്ട് വാദിച്ചവനാ ഞാൻ. വലത് കൈ കൊടുക്കരുത്, ഇടത് കൈക്ക് തെറിയക്കൂടാതെ എന്ന് തമിഴ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആണാലും എപ്പടി ചൊല്ലാമ ഇറക്ക മുടിയും. നാട്ടിൽ പോണം പോണം എന്ന് വാശി പിടിച്ചപ്പോ കൂടെ വന്ന് എല്ലാ സഹായവും ചെയ്തു തന്നവനാ ഞാൻ. അതും ജീവൻ പോലും പണിയും വെച്ച്. ആ എനിക്കൊന്ന് തല തോർത്ത് തരാൻ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോ, അത് സാരമില്ലെന്ന് പറഞ്ഞ കുട്ടിയുടെ ആ കഠിന ഹൃദയം ഉണ്ടല്ലോ, ഹൃദയം, അത് ഞാൻ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും. ഉപകാരം ചെയ്തിട്ട് അത് പറയുന്ന വൃത്തികെട്ടവനല്ല ഞാൻ. ഓയ് ഡ്രൈവർ പയ്യൻ, എന്തോ ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. താൻ ഇനി എന്തോ പറയാൻ ബാക്കിയിരിക്കുന്നു? പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞില്ലേ? ഇപ്പൊ തന്റെ ആവശ്യം എന്താ? തല തോർത്തി തരണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ഇതും വിളിച്ചു പറഞ്ഞു നോക്കിക്കൊണ്ട് നടക്കരുത്. ഇല്ല, സത്യം.
തലയില് തന്റെ കുറച്ച് രാസനാദിപ്പൊടി കൂടി ഇടായിരുന്നു. തന്റെ തലയ്ക്ക് രാസ്നാദിപ്പൊടിയല്ല വേണ്ടത്, നെല്ലിക്കാത്തളവാ. കൊണ്ടുവരട്ടെ? കൊണ്ടുവാ. എനിക്കല്ല, തനിക്ക്. എന്നേക്കാൾ വട്ട് ഇപ്പൊ തനിക്ക. എന്നാലും മറ്റൊരു വട്ട് എനിക്കിഷ്ടപ്പെട്ടു. താൻ എനിക്ക് തലതോർത്ത് തന്നല്ലോ, അത് ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അയ്യടാ സ്നേഹം, സ്നേഹിക്കാൻ പറ്റിയൊരു ചളുക്ക്. എനിക്ക് എന്താ കുട്ടിയൊരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്നതിനും അച്ഛനെ പുറത്തിറക്കാൻ സഹായിക്കുന്നതിനും സദ്യ കൊണ്ടുകൊടുക്കാൻ സഹായിച്ചതിനും ഒക്കെയാ ഞാനിത് ചെയ്തത്. അല്ലാതെ മനസ്സിൽ സ്നേഹവും കൊടച്ചക്രവും ഒന്നുമില്ല. ഇതാ ഈ പെമ്പിള്ളേരുടെ ഒക്കെ ഒരു കുഴപ്പം. മനസ്സിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും അത് തുറന്നു പറയൂല. എന്നാ ആ കുഴപ്പം എനിക്കില്ല. മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയും. തന്നോട് ഒരു തരത്തിലുള്ള സ്നേഹവും എനിക്കില്ല, അതുകൊണ്ടാ പറയാത്തത്. സത്യം പറഞ്ഞാലേ ഞാൻ തന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? അതെന്താ, എന്നെ കണ്ടിട്ട് മനുഷ്യനാണെന്ന് തോന്നുന്നില്ലേ? സത്യം പറഞ്ഞാ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാവോ? അല്ല, എനിക്കിത് വേണം. ഒരു പാതിരാത്രി എന്റെ കാറിന്റെ മുന്നിൽ വന്ന് അടവെക്കാൻ ചാടിയപ്പോ മനുഷ്യത്വം കാണിച്ച എനിക്കിത് തന്നെ വേണം. അന്ന് ഞാൻ കാർ നിർത്താതെ കേറ്റിയിറക്കി വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് കുട്ടി ചിന്തിച്ചിട്ടുണ്ടോ? പേസ്റ്റ് ആകുമായിരുന്നു, പേസ്റ്റ്. പിന്നെ വടിച്ചെടുത്ത് വാരിക്കൂട്ടി കൊണ്ടുവേണ്ടി വന്നേനെ. അത് ഞാൻ എപ്പോഴും ആലോചിക്കും. എന്ത് വടിച്ചെടുക്കുന്ന കാര്യോ? അല്ലടോ, അന്ന് കാർ നിർത്താതെ താൻ പോയിരുന്നെങ്കിൽ ഈ വീട്ടിൽ കിടന്ന അടുക്കള ജോലി മാഡത്തിന്റെ അടി ഒന്നും കൊള്ളണ്ടായിരുന്നു. എന്നോട് നന്ദിയും കടപ്പാടൊന്നും കാണിക്കണ്ട. ഒരിറ്റ് സ്നേഹം, മനുഷ്യത്വം, അത് മാത്രം മതി. അതാണ് ഒട്ടും കിട്ടാത്തത്.